എല്ലാവർക്കും നമസ്കാരം. സമാജത്തിൻ്റെ മാർച്ച് മാസത്തെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു മാസം തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്രാവശ്യവും മാർച്ച് മാസത്തെ അപ്ഡേറ്റ് ഏപ്രിൽ തുടക്കത്തിലാണ് വരുന്നത്, അതിൽ ക്ഷമിക്കണം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആദ്യം നമുക്ക് മരിച്ചുപോയവരെ ഓർമ്മിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം, അതായത് ഫെബ്രുവരി മാസത്തെ അപ്ഡേറ്റിന് ശേഷം നമ്മൾ വിട്ടുപോയവർ ഹേന്ദ്രപ്പാടിയിൽ താമസിക്കുന്ന ഒരു കാർത്യായനി ചേച്ചി, അതുപോലെ നമ്മുടെ സമാജം അംഗം ബാലകൃഷ്ണൻ ചേട്ടൻ്റെ ഭാര്യ ലീന ബാലകൃഷ്ണൻ, പിന്നെ വടോളിയിൽ താമസിക്കുന്ന മോഹൻകുമാർ പിള്ളെ, പിന്നെ പ്രശസ്ത സാഹിത്യകാരനായ KN പണിക്കർ എന്നിവരാണ് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നമ്മളെ വിട്ട് പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് അനുശോചനം അറിയിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓർഡർ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ചിലപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടില്ലെങ്കിലോ, അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നിങ്ങൾ അറിയിക്കാൻ പോകുന്നത്. കാരണം ഇപ്രാവശ്യം നമ്മളെടുത്ത സമാജത്തിൻ്റെ കഴിഞ്ഞ മാസത്തെ ഈ മാർച്ച് മാസത്തെ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇത് മറ്റ് സമാജങ്ങളൊന്നും തന്നെ ചെയ്യാത്തൊരു പ്രത്യേകതരം ഇനീഷ്യേറ്റീവാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ സമാജത്തിലെ അംഗങ്ങൾക്കായി നമ്മൾ പ്രത്യേക ക്ഷേമ പദ്ധതികൾ തുടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ടല്ലോ, സമാജത്തിൽ അംഗത്വം എടുത്തത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ശരിക്ക് സമാജത്തിലെ അംഗത്വം എടുക്കുന്നത് നിങ്ങൾ നമ്മളോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ സേവനത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും മെമ്പർഷിപ്പ് പുതിയ ആൾക്കാർ എടുക്കുവാനും, അതുപോലെ പണ്ട് തൊട്ടേ നമ്മളോട് സഹകരിക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള നമ്മുടെ അംഗങ്ങൾക്കും വേണ്ടി നമ്മൾ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അതിലൊന്ന്, നമ്മുടെ സമാജത്തിലെ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നമ്മളൊരു കോംപ്രിഹെൻസീവ് മെഡിക്കൽ ചെക്കപ്പ് വളരെ ചുരുങ്ങിയ റേറ്റിൽ അറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വിറ്റാമിൻ B12, വിറ്റാമിൻ ഇയും അടക്കം, അതുപോലെ അയൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം ചെക്ക് ചെയ്യുന്ന ഒരു വാർഷിക വൈദ്യ പരിശോധന, ഒരു മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ വളരെ ചുരുങ്ങിയ റേറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ 2-3 ആൾക്കാരുമായിട്ട് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6000-7000 രൂപയൊക്കെ വരുന്ന ഒരു ചെക്കപ്പ് നമ്മൾ വെറും 1000 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ ആക്റ്റീവായിട്ട് അംഗത്വമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് സമാജത്തിൻ്റെ കെയർ ഓഫിൽ ഒരു മാസത്തിലൊരിക്കൽ ഒരു ഡോക്ടർ വരുന്നു. ആ ഡോക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി കാണാനും കൺസൾട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അത് നമ്മൾ വിവിധ ബ്രാഞ്ച്, അതായത് സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാരെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ്. അതായത് അതിന് പറ്റിയ നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഡോക്ടർമാരായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതിന് പുറമെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ബദ്ലാപൂരിലും പരിസര പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട ബിസിനസ് ഹൗസുകൾ, അതായത് റെസ്റ്റോറൻറ്റുകളായാലും ഷോപ്പുകളായാലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കി നമ്മുടെ അംഗത്വമുള്ളവർക്കായി അവിടെ നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു സ്കീം നമുക്ക് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ അംഗങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡും നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. കാരണം ഈ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ആ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സമാജത്തിലെ അംഗത്വമുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. മറ്റൊരു തീരുമാനം നമ്മളെടുത്തത്, നമുക്ക് പാടാം എന്നുള്ള ഇനിഷ്യേറ്റീവ് നമ്മൾ തുടങ്ങിയിരുന്നു. അതിപ്പം വിജയകരമായി പോകുന്നു. കഴിഞ്ഞ ആദ്യത്തെ സംഗമത്തിന് ശേഷം നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടായെങ്കിലും ഇപ്പോൾ വീണ്ടും ഒരു സംഗമം കൂടെ കഴിഞ്ഞ മാസം നടന്നു. ഇനി ഏപ്രിൽ മാസം അതിൻ്റെ 3ാമത്തെ സംഗമം നടക്കാൻ പോവുകയാണ്. പക്ഷെ അതുപോലെ നമ്മൾ സാഹിത്യത്തിൽ അഭിരുചിയുള്ളവർക്കും അതുപോലെ സാഹിത്യത്തിൽ താല്പര്യമുള്ളവർക്കും വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയായി ഒരു ബദ്ലാപൂർ സാഹിത്യവേദി എന്നുള്ള രീതിയിൽ ഒരു സാഹിത്യവേദിയും കൂടെ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് 2ാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം. 3ാമത്, നമ്മളുടെ
കുടുംബ സംഗമങ്ങൾ നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബ സംഗമങ്ങൾ നമുക്കിനി ഇപ്പോൾ അടുത്തത് ഈ ഞായറാഴ്ച കത്രപ്പേരിയിൽ നടക്കാൻ പോവുകയാണ്. അതിനുശേഷം വീണ്ടും വീണ്ടും എല്ലാ ഏരിയകളിലും നമ്മൾ കുടുംബ സംഗമങ്ങൾ തുടങ്ങുന്നതാണ്. അതാണ് മറ്റൊരു തീരുമാനം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സമാജത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ കമ്മിറ്റി അംഗങ്ങൾക്കോ പ്രസിഡൻറ്റിനോ സെക്രട്ടറിക്കോ മാത്രം ഓടി നടന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസ് സ്റ്റാഫിനെ നിയമിക്കാനും നമ്മൾ തീരുമാനിച്ചു. അത് എല്ലാ ദിവസവും വീട്ടിലിരുന്ന് പണിയെടുത്താലും മതിയാവും. പക്ഷേ ഞായറാഴ്ച ഒരു 4 മണിക്കൂർ വൈകുന്നേരം സമാജ ഓഫീസിൽ വന്നിരിക്കേണ്ടി വരും. അപ്പോൾ സമാജത്തിൻ്റെ റെസിപ്റ്റുകളും മറ്റും കൊടുക്കുക, അതിൻ്റെ കോർഡിനേഷൻ ചെയ്യുക, മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, അപ്പോൾ എല്ലാവരും വിളിച്ച് ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഒരു 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 കൃത്യമായ പണിയായിരിക്കില്ല. കുറച്ച് നമുക്കൊരു സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരായിരിക്കണം ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. അടുത്തത് നമ്മൾ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒന്നൊന്നര മാസം കൊണ്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 1-2 മരണങ്ങളിൽ ആ ചടങ്ങുകൾ മുഴുവനായി തന്നെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തത് നമ്മുടെ സമാജത്തിൻ്റെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് വളണ്ടിയർമാരാണ്. പിന്നീട് പറയാനുള്ളത്, നമ്മുടെ ബദ്ലാപൂർ വെസ്റ്റ് പഠന കേന്ദ്രത്തിൽ, മലയാളം മിഷൻ പഠന കേന്ദ്രത്തിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഒരു വിനോദയാത്ര പോയിരുന്നു. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് നമ്മുടെ മലയാളം മിഷൻ്റെ പഠന രീതികളെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല, കുട്ടികൾ ഈ രീതിയിലുള്ള പഠന രീതിയോട് കൂടുതൽ അടുക്കാനും കാരണം ഇത്തരത്തിലുള്ള പഠന രീതികളാണ്. കുട്ടികൾക്ക് വിനോദത്തിലൂടെയാണ് നമ്മൾ മലയാളം പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് പറയാനുള്ളത്, നമ്മൾ മലയാളത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ മറാഠി ക്ലാസ്സുകളും ഇപ്പോൾ തുടങ്ങി എന്നുള്ളതാണ്. അത് നമ്മുടെ ബോംബെയിൽ തന്നെ ഒരു മലയാളി സമാജങ്ങളുടെ ചരിത്രത്തിലൊരു ആദ്യത്തെ സംഭവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാ മലയാളം മാധ്യമങ്ങളിലും നല്ല കവറേജ് കിട്ടി. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു സംഭവമായിരുന്നു. അതായത് നാട്ടിൽ നിന്നും ഇവിടെ വന്ന മലയാളികളെ മറാഠി പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. അത് ഉദ്ഘാടനം ചെയ്തത് തന്നെ നമ്മുടെ മുനിസിപ്പൽ പ്രസിഡന്റ് ശ്രീ രുചിത ഗോർപ്പടെ ആയിരുന്നു. അപ്പോൾ അവരും ഈ ഒരു ഇനിഷ്യേറ്റീവിനെ വളരെ നന്നായി അപ്രിഷ്യേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അഗർവാൾ ഐ ക്ലിനിക്കുമായി സഹകരിച്ചുകൊണ്ട് ഒരു നേത്ര പരിശോധനാ ക്യാമ്പും നമ്മുടെ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ചു. പിന്നെ നമുക്ക് പാടാം കൂട്ടായ്മയുടെ 2ാമത്തെ സംഗമം കഴിഞ്ഞ മാസം കഴിഞ്ഞു. ഇനി അത് എല്ലാ മാസവും തന്നെ നടക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക, നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ബേലവലി മാഞ്ചേർലി ഏരിയയുടെ ഫാമിലിയുടെ കുടുംബ സംഗമം കഴിഞ്ഞ മാസം കഴിഞ്ഞു. അത് 10-60 പേര് പങ്കെടുത്ത് നല്ലൊരു പരിപാടിയായിരുന്നു. ഇപ്രാവശ്യത്തെ വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ കുടുംബ സംഗമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ യുവാക്കളാണ്. യൂത്ത് വിങ്ങിലെ ചെറുപ്പക്കാരായ കുട്ടികൾ ആണ് ഈ പ്രാവശ്യത്തെ കുടുംബ സംഗമങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇനി മറ്റുള്ള കുടുംബ സംഗമങ്ങൾ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുക. നമ്മുടെ കൊച്ചു കൂട്ടുകാരെ അത് സപ്പോർട്ട് ചെയ്യുക, ഇതൊരു പരിപാടി വിജയിപ്പിക്കുന്നതിനായിട്ട്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ വനിതാ വിങ്ങായ സ്ത്രീശക്തി കഴിഞ്ഞ മാസം വനിതാ ദിനം ആഘോഷിച്ചു. നല്ല രീതിയിൽ 10-35ഓളം പരിപാടികൾ വിവിധ സ്ത്രീകൾ അതിൽ അവതരിപ്പിച്ചു. ഗസ്റ്റായിട്ട് നമ്മുടെ ബദ്ലാപൂർ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ നീതു നായർ, പിന്നെ പ്രശസ്ത സിനിമാ നടിയും നർത്തകിയും അധ്യാപികയുമായ നിമിഷ നായർ, പിന്നെ പ്രശസ്ത കരോക്കെ ഗായികയായ കലാമണി രാമചന്ദ്രൻ എന്നിവരായിരുന്നു ആ പരിപാടിയിൽ അതിഥികളായി പങ്കെടുത്തത്. ഇത്രയുമാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയാനുള്ളത്. ഇനി സമാജം ഇമ്പാക്റ്റ് എന്ന ടോപ്പിക്കിലേക്കാണ്. സമാജ ഇമ്പാക്റ്റിൽ ഇപ്രാവശ്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഗ്രൂപ്പിലൂടെ ശ്രദ്ധിച്ച് കാണും. നമ്മൾ പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവശനിലയിൽ കണ്ടെത്തിയ ആ ഒരു മലയാളി ചെറുപ്പക്കാരനെ നമ്മൾ സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിൽ എത്തിച്ചിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു കാലയളവിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കണ്ടെത്താനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അദ്ദേഹത്തെ കൂട്ടിച്ചേർക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ക്രെഡിറ്റും പോകുന്നത് നമ്മുടെ ഫാദർ റോബിൻ തന്നെയാണ്. അദ്ദേഹം സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിൻ്റെ ഇൻചാർജ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു ഫാദറാണ് വിനീതിനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിൻ മാർഗം നാട്ടിലെത്തിച്ചു കൊടുത്തത്. നമ്മളുടെ സഹായത്തോടെ നമ്മൾ അവിടുത്തെ പോലീസുമായി അദ്ദേഹത്തെ ബന്ധുക്കളെ കണ്ടെത്താനും അവരുടെ അഡ്രസ്സ്
കണ്ടുപിടിക്കാനും നമ്മളെ സഹായിച്ചു. അങ്ങനെ ഒരു കലക്റ്റീവായിട്ട് ആ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇതിനെക്കുറിച്ചും മലയാളം പേപ്പറുകളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. ഹംചി മുംബൈയിലും ഇതിനെക്കുറിച്ചുള്ളൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതിനുശേഷം പറയാനുള്ളത്, നമ്മൾ ഈ ഗ്രൂപ്പുകളിലൂടെ നമ്മുടെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും മറ്റും അറിയിപ്പുകൾ നമ്മൾ ധാരാളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പലർക്കും ജോലി കിട്ടിയതായി നമ്മൾ അറിയുന്നു. പലതും നമ്മൾ അറിയുന്നുണ്ടാവില്ല, അറിയാതെ ജോലി കിട്ടിയ ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആ കൂട്ടായ്മയുടെ ഗുണമാണ് അത് കാണിക്കുന്നത്. ആ കൂട്ടായ്മയിലൂടെ നമുക്ക് പലർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും തൊഴിൽ നേടിക്കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ മലയാളം മിഷനിലൂടെ പരീക്ഷ എഴുതി മലയാളം വെസ്റ്റ് പഠന കേന്ദ്രത്തിൽ നിന്നും 5 കുട്ടികൾ കണിക്കുന്ന പരീക്ഷ പാസ്സായി. അതുപോലെ മലയാളം ഈസ്റ്റ് പഠന കേന്ദ്രത്തിൽ നിന്ന് ഒരു കുട്ടി ആമ്പൽ പരീക്ഷയും പാസ്സായി. പിന്നെ നമ്മുടെ ബദ്ലാപൂർ അയ്യപ്പ അമ്പലത്തിൽ നിന്നും പൊങ്കാല സമയത്ത് ഒരു വയസ്സായ ഒരു മലയാളി കുഴഞ്ഞു വീണ് മരിക്കാനിടയായ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിന് വേറെ ഒരു അത്താണി ഇല്ലായിരുന്നു. അപ്പോൾ അമ്പലവും സമാജവുമായി സഹകരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ സംഭാവനകൾ നൽകിയതിലൂടെ ആ കുടുംബത്തിന് ഏകദേശം 1 ലക്ഷം രൂപയോളം സമാഹരിച്ചു കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും കൂടെ സാധിച്ചു. അത് അമ്പലവും സമാജവുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ കേരളീയ കേന്ദ്ര സംഘടന നടത്തിയ കൂഹു നാടകത്തെക്കുറിച്ച് ഗ്രൂപ്പിൽ പലപ്പോഴായി നമ്മൾ അറിയിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ദുരിതമനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടി ഒരു ബെനവലൻ ഫണ്ട് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ നാടകം ബോംബെയിൽ നടത്തിയത്. 2 സ്ഥലങ്ങളിലായി, കല്യാണിലും വാശിയിലുമായി. അതിൽ നമുക്ക് നമ്മുടെ കെയർ ഓഫിൽ ഏകദേശം 33ഓളം പേരെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമുക്കൊരു 25,000 രൂപ ടിക്കറ്റ് വഴി വിറ്റതിലൂടെ ധനസമാഹരണം നടത്തുവാനും നമുക്ക് സാധിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമാജം ഇമ്പാക്റ്റിൽ ഇപ്രാവശ്യം പറയാനുള്ളത്. ഈ മാസത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റുമായി അടുത്ത മാസത്തെ വീഡിയോയിൽ കാണാം. എന്നെ കേട്ടു നിന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ കൂടി ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.